ഗുഡ് മോർണിംഗ് ഡൽഹി. ഈ പി ജിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണിക്കാന്നല്ലാണ്ട് എക്സാക്ട്ലി ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ശരിക്കും ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായി ഞെട്ടും ഗൈസ്. ഈ ഒരു കട്ടൻ കാപ്പി കുടിച്ച് കഴിയുന്നതോടുകൂടി ഓരോ ഞെട്ടിക്കുന്ന സത്യങ്ങളും നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഈ സത്യങ്ങളുടെ ഏകദേശ രൂപരേഖ ഇതാണ്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ആകെ അതിനകത്ത് മിൽക്ക് സാൻഡ്വിച്ച് ബിരിയാണി എന്നല്ലാണ്ട് വേറെ ഒന്നും ഫെമിലിയർ അല്ലായിരുന്നു. സോ ഇതാണ് വെജ് സേവി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സേമിയ ഉപ്മാവ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് ഇവിടെ പാൽ ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് എല്ലാവർക്കും ഓരോ ഗ്ലാസ് വീതം വെക്കാം. അതിപ്പോൾ ചായ ഉണ്ടാക്കുന്നവർക്ക് ചായ ഉണ്ടാക്കാം, ജ്യൂസ് അടിക്കുന്നവർക്ക് അങ്ങനെ ആക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും. ചായ പിന്നെ നമ്മുടെ പണ്ടേ വീക്ക്നെസ് ആയതുകൊണ്ട് ഒരു ചായ എങ്ങനെ ആവില്ല കാച്ചി. ചിലപ്പോഴൊക്കെ ഓട്സ് ഉണ്ടാക്കാനോ സ്മൂത്തി ആക്കാനോ ഒക്കെ ഈ പാല് യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ രാവിലെ ചായ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പാൽ എടുത്തു വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് യൂസ് ചെയ്യും. ഈ സേമിയ ഉപ്മാവിലോട്ട് വരുവാണെങ്കിൽ ഉപ്മാവിന് ഇവിടെ പല പേരാണ്. അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് പേര് മാറുന്നുണ്ട്. അവിലാണെങ്കിൽ അതിനെ പോഹ എന്നാണ് വിളിക്കുന്നത്. എന്തായാലും ഇനി ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലം. അതെന്തായാലും അതിന്റെ വഴിക്ക് പോട്ടെ. ഇവിടെ ഇപ്പം അത്യാവശ്യം ചൂട് കൂടിയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഡ്രിങ്ക്സിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ലഞ്ച് കാണാം. ലഞ്ചിന് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ സ്വന്തം ആലു, നമ്മുടെ സ്വന്തം ഉരുളക്കിഴങ്ങ്. മെനു പ്രകാരം വരുന്ന സാലഡാണ് കേട്ടോ ഇത്. അതുപോലെ മെനുവിൽ പെട്ട ഒരാളാണ് ഇവർ. എല്ലാ സൺഡേസിലും ലഞ്ചിൻ്റെ കൂടെ സ്വീറ്റ് ഡിഷ് മസ്റ്റ് ആയതുകൊണ്ട് അവിടെ കയറിക്കൂടി നമ്മുടെ സ്വന്തം പായസം. നമ്മുടെ പായസത്തിന് അത്ര എത്തില്ലെങ്കിലും കഴിക്കാട്ടോ. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, പൂരി. ലഞ്ചിന് ചോറ് മാത്രം കഴിച്ച് ശീലിച്ച നമുക്ക് ആദ്യം പൂരിയും റൊട്ടിയൊക്കെ കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതങ്ങോട്ടങ്ങ് ശീലാവുന്നേ. ചോറ് കഴിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങൾ തോന്നുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി എടുത്ത് ചോറ് വെച്ച് ഞാനങ്ങ് കഴിക്കും. നമ്മളോടാ പിന്നെയും ചായ എന്നൊന്നും പറഞ്ഞു വരില്ല കേട്ടോ. ഈ ചായ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡെയിലി 4-5 എന്നുള്ളത് 2 ഗ്ലാസ് ആക്കി കിട്ടും. ആ കപ്പിൻ്റെ വലിപ്പം ഇത്ര ചെറുതിലേക്കും കൊണ്ടുവന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. ഈവനിങ് ഇവിടെ ബാൽക്കണിയിലെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ആ ചായ കുടിച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു സംതൃപ്തി ആവുള്ളൂ. പക്ഷേ എപ്പോഴും ഇതുപോലെ ബാൽക്കണി ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 10-14 പിള്ളേർ നിൽക്കുന്ന ഈ സ്ഥലത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഈ ബാൽക്കണി ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് പറയുന്നത് തന്നെ ഒരു അഹങ്കാരമല്ലേ. അപ്പം കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഡിന്നറിൻ്റെ വരവാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മെനു പ്രകാരം ഇതാണ് ബിരിയാണി, സോയ ചങ്ക്സ് ബിരിയാണി. നാട്ടിലെ ദമ്മിട്ട ബിരിയാണിയൊക്കെ ആലോചിച്ച് സ്മരിച്ച് ഞാനിതങ്ങ് കഴിക്കും. ഈ പ്ലേറ്റും ഇവിടുത്തെ സ്റ്റാഫ് കഴുകുന്നതിനോട് ആദ്യം യോജിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് ശീലമാവേണ്ട വന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ ഈ ഷേക്കോട് കൂടിയിട്ട് ഇന്നത്തേക്ക് ബൈ ബൈ.